നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആയുർവേദ ഓയിലാണ്. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ നാൽപ്പാമരാതി കേരം എന്ന് പറയുന്ന ഈ ഒരു ഓയിലാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുവിധമുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്കിന്നിൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷനൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ്. ഇതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നാൽപ്പാമരാതി, മഞ്ഞൾ, മഞ്ചിഷ്ട, രാമച്ചം, ചന്ദനം, അതുപോലെ ഒരുപാട് ആയുർവേദ കണ്ടന്റുകൾ അടങ്ങിയ ഒരു ഓയിലാണ്. ഇത് നല്ലൊരു ഓയിലാണ് കേട്ടോ. സാധാരണ നമുക്ക് ഏതൊരാൾക്കും പ്രസവശേഷം, മുതിർന്നവർക്ക്, കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നുമാണ്. ഈ നാൽപ്പാമരാതി കേരം ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ നോക്കാം. ഓയിൽ തേച്ച് കുളി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ സ്കിൻ നല്ല ഹെൽത്തി ആക്കാനും, റിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ നല്ല സ്കിൻ ഗ്ലോ വരാനും, ഒരു സ്കിന്നിലുള്ള സ്വാഭാവികപരമായ ആ ഒരു സ്കിൻ ടോണിനെ നിലനിർത്താനും, അതുപോലെ തന്നെ സ്കിന്നിന്റെ ആ ഏജിങ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, മഞ്ഞളും മഞ്ചിഷ്ടയും ചന്ദനവും ഒക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അത് സഹായിക്കും. നല്ലൊരു മണമാണ്, ആ ഒരു ആയുർവേദത്തിന്റെ ഒരു മണം ആണ്. ബോഡിയിലുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ സഹായിക്കും. പിന്നെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഉണ്ടാകുന്ന ഇറിറ്റേഷനും അലർജീസിനൊക്കെ ഇത് നല്ലതാണ്. പിഗ്മെന്റേഷൻ, കഴുത്തിന് ചുറ്റും ബോഡിയിലൊക്കെ ഉള്ള ഓവർ ഡ്രൈനെസ് ഒക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ്. പിന്നെ പ്രസവശേഷമുള്ള നമ്മളെ സ്ട്രെച്ച് മാർക്കൊക്കെ ഒന്ന് ഒരുവിധം കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന്. അത് കറക്റ്റ് രീതിയിലായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ നല്ലൊരു ഓയിലാണ്, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ വളരെ നല്ലതാണിത്. സ്കിൻ നല്ല ഗ്ലോ ആവാനും ആ റിങ്കിൾസ് ഒക്കെ മാറ്റി ആ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വളരെ നല്ലതാണ് ഒരു എണ്ണ തേച്ച് കുളിയെന്ന് പറയുന്നത്. ഡ്രൈനെസ് ഓവറായിട്ടുള്ള ഒരു ധൈര്യമായിട്ട് ഉപയോഗിച്ച് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിൽ മഞ്ഞളിന്റെ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ആവശ്യത്തിന് ഓയിൽ എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഫേസിലാണെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൈ കൊണ്ടൊന്ന് ഉരസി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം, എങ്കിലേ ആ ബ്ലഡ് സർക്കുലേഷന് നേരെ ആവും, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. പിന്നെ വരുന്നത്, നമ്മളിത് മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റോ, ആദ്യമൊക്കെ കുറച്ചൊരു 10 മിനിറ്റൊക്കെ ഇട്ടിരുന്നാൽ മതി. അതിനുശേഷം സമയം കൂട്ടി ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ഇട്ടിരിക്കാവുന്നതാണ്. അരമണിക്കൂറൊക്കെ ഇട്ടിരുന്നതിന് ശേഷം നമുക്ക് നല്ല ഒരു ബാത്ത് പൗഡറോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഒരു സോപ്പോ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. കൂടുതലും ബാത്ത് പൗഡർ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ്. പിന്നെ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്നുകൂടെ കൂട്ടാനും, നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്യുന്നതിന് മെയിനായിട്ട് നമ്മളെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒന്നുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും നമ്മൾ ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മളെ സ്കിന്നിൽ നല്ല ഗ്ലോ വരും. സ്കിന്നിലുള്ള ബാക്കിയുള്ള സ്കിൻ പ്രോബ്ലംസിനൊക്കെ നല്ലതാണ്. ഇനി സ്കിൻ ടൈപ്പ് അനുസരിച്ചാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഡെയിലി യൂസ് ചെയ്യാം. അല്ല നോർമൽ സ്കിന്നൊക്കെയാണ്, സ്കിന്നിൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ല, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ കഴിവതും ബാത്ത് പൗഡറൊക്കെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും ഡ്രൈനെസ് ഒന്ന് കൂടത്തല്ലേ ഉള്ളൂ. അതിനേക്കാളും നല്ലത് ബാത്ത് പൗഡർ ആകുമ്പോൾ നമുക്ക് വേണ്ടുന്ന രീതിയിൽ സ്കിന്നിന് നല്ല ഗ്ലോയും നല്ല ഒരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പാമരാതി കേരതൈലം. ഇത് തന്നെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നാൽപ്പാമരാതി തൈലവും ഉണ്ട്, കേര വെളിച്ചെണ്ണയും ഉണ്ട്. അപ്പോൾ നാൽപ്പാമരാതി വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മളെ വെളിച്ചെണ്ണ തിക്കല്ല, തൈലം ആകുമ്പോൾ കുറച്ച് തിക്കാണ് കേട്ടോ. അത് നമ്മൾ ഉപയോഗിക്കാനും കുറച്ചൊന്ന് കൺവീനിയൻ്റ് അല്ല, അതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയാനും ഒക്കെ കുറേ വെള്ളമൊക്കെ വേണ്ടി ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പറയുന്നത്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്കിൻ ടൈപ്പ് നോക്കി വേണം നമ്മൾ ഉപയോഗിക്കാൻ. ചിലർക്കൊക്കെ മഞ്ഞളിൻ്റെ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കി പാച്ച് ടെസ്റ്റൊക്കെ നടത്തി ഉപയോഗിക്കണം. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ഇതല്ല, അത് മഞ്ഞളിൻ്റെ കണ്ടന്റാണ് ഇതിൽ കൂടുതൽ. പിന്നെ ഇത് കൂടുതലും ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നിന് തന്നെയാണ്
സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓയിലി സ്കിന്നിനാണെങ്കിൽ നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓയിൽ അല്ലെങ്കിൽ ഇതല്ല ഏത് സ്കിൻ കെയർ നമ്മൾ ചെയ്താലും ഇത് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് വെയിൽ കൊള്ളുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ നമ്മളെ സ്കിൻ ഒന്നും കൂടെ ഒന്ന് ഇരുളും. നമ്മളെ സ്കിന്നിൽ നിന്നും കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് ടാൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാനിത് ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ട് പറയാം. എനിക്കിത് വളരെ എഫക്റ്റീവായിരുന്നു. ഡ്രൈനെസ് ഒക്കെ മാറി സ്കിന്നിൽ നല്ല ഗ്ലോ വന്നു. പിന്നെ അതുമല്ല, ഇതിനോടൊപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം എടുക്കുന്നതും എല്ലാം ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടിയായിരുന്നു. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയായിരുന്നു. അത് ഇത് മാത്രം ഉപയോഗിച്ചാൽ സ്കിൻ ബ്രൈറ്റ് ആവുമെന്നോ സ്കിന്നിൽ കോംപ്ലക്ഷൻ കൂടുമെന്നോ ഒന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. അതിനോടൊപ്പം ഫുഡിൻ്റെതും നമ്മൾ അതുപോലെ തന്നെ ബാക്കിയുള്ള സ്കിൻ കെയറും വെയിലിൽ നിന്നുള്ള ഇതൊക്കെ സൺ പ്രൊട്ടക്ഷനൊക്കെ കറക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. പിന്നെ ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങിച്ച് ഉപയോഗിക്കാം. ഒരിക്കലും വെളുക്കും എന്നുള്ള ഒരു പർപ്പസോട് കൂടി ഉപയോഗിക്കരുത്. ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മൾ. അപ്പം ഞാനിത് എൻ്റെ മോന് ഉപയോഗിക്കാറുണ്ട്. കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവന് നല്ല റിസൾട്ട് കിട്ടും. കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് അറിയാലോ, ഡാമേജ് ഒന്നും ഇല്ലാത്ത വളരെ സെൻസിറ്റീവായിട്ട് ഉള്ള സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ മോൻ ഉപയോഗിക്കുന്ന സമയത്ത് അവന് 1 ആഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ മുതിർന്നവരാകുമ്പോൾ സ്കിൻ അത്രയും ഡാമേജ് ആണ്. സ്കിന്നിലോട്ട് അബ്സോർവ് ആയി അതിനൊരു റിസൾട്ട് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ പലർക്കും പല റിസൾട്ടായിരിക്കും. സമയവും അതുപോലെ ആയിരിക്കും കേട്ടോ. ഒരാൾക്ക് ചിലർക്ക് 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ റിസൾട്ട് കിട്ടും. ചിലർക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോഴായിരിക്കും റിസൾട്ട്. പിന്നെ നമ്മളൊക്കെ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി വെളുത്ത് നല്ല ഇതാവും എന്നുള്ള രീതിക്ക് ഇത് വാങ്ങിച്ചാൽ നമുക്ക് നിരാശയായിരിക്കും. ബാക്കി നമ്മൾ സ്കിൻ നല്ല ഹെൽത്തി ആക്കാനും സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിൽ തന്നെയാണിത്. അതിനോടൊപ്പം നമ്മളെ സ്കിന്നിലും സ്കിൻ ടോണിലും ഒക്കെ വ്യത്യാസം വരും കേട്ടോ. ഞാൻ ഏലാദി, നാൽപ്പാമരാതി, മഞ്ചിഷ്ടയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൽ നിന്നൊക്കെ ഏറ്റവും നല്ല ഒരു ഇത് ഈ ഒരു എണ്ണയാണ്. പിന്നെ ഇത് സ്കിന്നിൽ മഞ്ഞളുള്ളത് കൊണ്ട് തന്നെ അലർജി ഉള്ളവർ ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ കളയണം, അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിലൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓഫീസിലും സ്കൂളിലൊക്കെ പോണവരാണ് എങ്കിൽ അതനുസരിച്ച് വേണം ഉപയോഗിക്കാൻ. നല്ല മണമാണ് ഈ ചന്ദനത്തിൻ്റെയും മഞ്ഞളിൻ്റെയൊക്കെ ഒരു മണമുണ്ട്. ഇത് തേച്ച് കുളിച്ചിട്ടൊക്കെ വന്നാൽ തന്നെ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. എണ്ണ തേച്ച് കുളിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് റിലാക്സ് ആക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നവരും ജോലിക്ക് പോണവരും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊരു മടിയാണ് ആദ്യം. പക്ഷെ നമ്മളത് കറക്റ്റ് അത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ കുറച്ച് നാളുകൊണ്ട് എണ്ണയൊന്നും സ്കിൻ കെയർ അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ല. സ്കിന്നൊക്കെ ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തത് കൊണ്ട്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല മാറ്റം വരും. ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.